കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളെ അപകട സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ശ്രമം. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു അപകടം എന്നല്ല, കൊലപാതകമായിരുന്നു അത്. ഈ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണല്ലോ. തെളിവെടുപ്പിനുള്ള സാധ്യത ഇന്ന് തന്നെയുണ്ടോ? എപ്പോഴാണ് ഈ കസ്റ്റഡി അപേക്ഷയിലേക്ക് നീങ്ങുക? കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിലെ പ്രതികൾ റിമാൻഡിലായതായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. 14 ദിവസത്തേക്കാണ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയെന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തുകയും ചെയ്തു. പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു എൽദോ. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ, അതായത് അടുത്ത പ്രവൃത്തി ദിനത്തിൽ, കോടതിയുടെ പ്രവൃത്തി ദിനത്തിലായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പ്രതികളെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുക പോലെയുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം ഇതെങ്കിൽ മാത്രമേ അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ചെല്ലാം കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രവൃത്തി ദിനത്തിലാവും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. റൈറ്റ് വിനീഷ്, ഒരു കാര്യം കൂടി, ഈ ഒപ്പം യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ പ്രതികരണവും ഇന്നലെ കണ്ടിരുന്നു. ഒപ്പം ഈ നാട്ടുകാർ ഉൾപ്പെടെ തടഞ്ഞ് പിന്നാലെ ഓടുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, രക്ഷപ്പെട്ട ശേഷം അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പങ്കുവച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ തെളിവെടുപ്പൊക്കെ ദുഷ്കരമായിരിക്കില്ല. പ്രദേശത്ത് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ വികാരഭരിതമായിട്ടുള്ള എതിർപ്പുകൾ, കയ്യേറ്റ ശ്രമങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത്തരം ഒരു ക്രൈം ഒരു വലിയ ടൗണിൽ നടന്ന സാഹചര്യത്തിൽ തീർച്ചയായും എന്തോ നാട്ടുകാരുടെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കണക്കിലാക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കിയായിരിക്കും ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ നടത്തുക. അവിടെ അല്ലാതെയുള്ള തെളിവെടുപ്പെല്ലാം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അടുത്ത പ്രവൃത്തി ദിനത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പണത്തോടൊപ്പം തന്നെയായിരിക്കും തെളിവെടുപ്പും നടത്തുക. എന്തായാലും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. 5ൽ പരം കേസുകളാണ് ഈ അജ്മലിനെതിരെ തന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈ മോഷണം, അതുപോലെ തന്നെ ഈ ചന്ദനക്കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും അതിനൊരു നരഹത്യ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. യുവ ഡോക്ടറാണ്. ഈ സംഭവം പുറത്തായപ്പോൾ തന്നെ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ പുറത്താക്കിയ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ശരി വിനീഷ്. ഡോക്ടർ ശ്രീകുട്ടി എന്നാണ് അവരുടെ പേര്, സുഹൃത്തിൻ്റെത്. ഒപ്പം അജ്മൽ, ഈ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. അവർക്ക് കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകും. പ്രദേശത്ത് അപകടം നടന്ന സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമമുണ്ട്. പക്ഷേ ജനങ്ങളുടെ രോഷം സ്വാഭാവികമാണ്. അത് മറികടന്നേ മതിയാകൂ പോലീസിന്.